നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഇനി എന്താ പഠിക്കേണ്ടത്? കുട്ടികളുടെ വലിയൊരു വെല്ലുവിളിയാണ് ഏത് കോഴ്സിന് പോകണം എന്നുള്ളത്. പലപ്പോഴും അതിന് സയൻറ്റിഫിക്കായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്, പല കുട്ടികൾക്കും അറിയില്ല. ഇപ്പോൾ SLC റിസൾട്ട് വന്നു, ഇനി +2 ബാക്കി റിസൾട്ടൊക്കെ വരുന്നു. ഇത്തരം സന്ദർഭത്തിൽ കുട്ടികൾ ഇനി ഹയർ സ്റ്റഡീസിന് ഏതിനാ പോവേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെയാണ്. എൻജിനീയറിങ്ങിന് പോവേണ്ട കുട്ടി മെഡിക്കലിന് പോയാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ തന്നെ CAക്ക് പോകേണ്ട കുട്ടി പിന്നെ MBAക്ക് പോയാൽ എങ്ങനെ ഉണ്ടാവും? വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ഇനി എൻജിനീയറിങ്ങിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്, അതിൽ ഏതാണ് തനിക്ക് സൂട്ടബിളായിട്ട് എന്നത് പലപ്പോഴും പല ആളുകൾക്കും അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു കൺഫ്യൂഷനുള്ള സ്റ്റേജിൽ കുട്ടികൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അവർക്ക് ഇനി ഏത് കോഴ്സാണ്, അടുത്ത സ്റ്റെപ്പ് ഏതാണ് പഠിക്കേണ്ടത്, അവരുടെ സ്കില്ലും അവരുടെ പാഷനും അവരുടെ കഴിവും ബാക്കി രീതിയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ടെസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏത് വിഷയം പഠിക്കാം, നിങ്ങളുടെ കരിയർ ഏതാണ്, ഇങ്ങനെ ബാക്കി എങ്ങനെ വളരെ ഹാപ്പിയായിട്ട് ഏത് ജോലിയിൽ എത്തിച്ചേരാം എന്നൊക്കെ ഉള്ളതിനുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ വീഡിയോ പാരൻസ് സ്റ്റുഡൻസ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഒരുപാട് കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ടെസ്റ്റ് നടത്തുന്നതോടുകൂടി പിന്നെ നിങ്ങൾക്ക് തന്നെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും, ഞാൻ ഇനി അടുത്ത ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കാം. അസ്സലാമു അലൈക്കും. വീണ്ടും ആഷിഖ് ഹുദവിയെ സന്തോഷട്ടാ. വിദ്യാഭ്യാസ രംഗത്ത്, സോഷ്യൽ സർവീസ് രംഗത്ത് എത്രയോ വർഷമായി. അൽഹംദുലില്ലാഹ്, സന്തോഷം. എന്തെങ്കിലും ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡാണ്. IQ ഹോപ്പാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പലയിടത്തും കേട്ടോണ്ടിരിക്കുന്നത്. കുട്ടികളും പാരൻസിനും ലക്ഷ്യമാക്കി വന്നാ കേട്ടോ. നിങ്ങളത് സംഗതി പെട്ടെന്ന് പറഞ്ഞു കൊടുക്കും. എന്ത് സാധനം എന്താ IQ ഹോപ്പ്? എന്താ സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ? അതെ, സ്ഥാപനത്തിലാണ്. സ്ഥാപനം അതെ. IQ ഹോപ്പ് എന്ന് പറയുന്നത് നമ്മളെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അവരുടെ അക്കാഡമിക്സും അതേപോലെ തന്നെ കരിയറും ഡെവലപ്പ് ചെയ്യാൻ അവരെ സഹായിക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്. പഠിക്കുന്ന കാലത്ത് നമ്മൾ പ്രഷർ ചെയ്യാനോ നമുക്ക് എനർജൈസ് ചെയ്യാൻ, ബൂസ്റ്റ് ചെയ്യാൻ പല ഫാക്ടേഴ്സ് ഉണ്ടാവും. പാരന്റ്സ് ഉണ്ടാവും, സൊസൈറ്റി ഉണ്ടാവും, നമ്മുടെ ചുറ്റുവട്ടങ്ങൾ ഉണ്ടാവും. പക്ഷെ ജോലിയുടെ സമയത്ത് അങ്ങനെ ആരുമില്ല. അത് നമ്മുടെ ഇന്റേണലി നമുക്ക് എനർജി കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്താത്ത ഒരു ഫീൽഡിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അത് ഏത് പ്രൊഫഷൻ ആണെങ്കിലും ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റില്ല. സോ ഏർലി സ്റ്റേജിൽ ഇത് കണ്ടെത്തിയിട്ട് എൻ്റെ ഏരിയ ഏതാണെന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് പോയാൽ ജോലി എന്നുള്ളതിനപ്പുറം ഒരു കൈൻഡ് ഓഫ് എന്റർടൈൻമെന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജോലിയെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ശരിക്കും വളരെ നന്നായിട്ട് ഷൈൻ ചെയ്യാനും പെർഫോം ചെയ്യാനും പറ്റും. 12 ലക്ഷം സ്റ്റുഡൻസ് നമ്മുടെ ഹൈസ്കൂളുകളിലുണ്ട്. 4 ലക്ഷം സ്റ്റുഡൻസ് നമ്മുടെ ഹയർ സെക്കൻഡറിയിലുണ്ട്. ഓക്കെ, ഇത്രയും വലിയ ഒരു റിസോഴ്സ് ആക്ച്വലി നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന 10-15 ലക്ഷത്തിൽ നിന്ന് എത്ര പേര് നമുക്ക് വളരെ പ്രൊഡക്റ്റീവായിട്ട് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേഷ്യോ എപ്പോഴും വളരെ കുറവാണ്. അതിൻ്റെ കാരണമാണ് ഈ പറഞ്ഞത്. ഇനി കണക്കുകൾ പ്രകാരം നമ്മുടെ നാട്ടിൽ, നമ്മൾ ഇന്ത്യയിൽ ഗ്രാജുവേറ്റ്സ് ആയിട്ട് പോലും ബിലോ 55% മാത്രമേ എംപ്ലോയിഡ് ആകുന്നുള്ളൂ എന്നുള്ളതാണ്. ബാക്കിയുള്ളവർക്കൊന്നും കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലാത്തതുകൊണ്ട് താല്പര്യപ്പെടുന്ന ജോലിയിൽ എത്താൻ പറ്റുന്നില്ല. ഇതിന് എന്ത് സൊല്യൂഷനാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കൃത്യമായിട്ട് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യുകയാണെങ്കിൽ IQ ഹോപ്പ് ചെയ്തു കൊടുക്കും. എത്ര വയസ്സ് മുതൽ? അത് 8ാം ക്ലാസ് തൊട്ടിട്ടുള്ള സ്റ്റുഡൻസ്, ഓരോ സ്റ്റുഡൻസിനും അവരുടെ ഏജിനനുസരിച്ച് 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ഹൈസ്കൂൾ സ്റ്റാൻഡേർഡ്സിന് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് ആണ്. ഹയർ സെക്കൻഡറിക്ക് വേറെ ഒന്നാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ജോബ് സീക്കേഴ്സിന് അല്ലെങ്കിൽ പ്രൊഫഷണൽസിന് വേറെ ഉണ്ട്. ഓരോ സെഗ്മെന്റ്സിനും വ്യത്യസ്തത ഉണ്ട്. ആ ടെസ്റ്റിന്റെ റിസൾട്ടിൽ ആ കുട്ടിയുടെ കരിയർ പേഴ്സണാലിറ്റി ഉണ്ടാവും, കരിയർ ഇൻട്രസ്റ്റ് ഉണ്ടാകും, കരിയർ മോട്ടിവേറ്റേഴ്സ് ഉണ്ടാകും, അതേപോലെ തന്നെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഉണ്ടാകും, അവരുടെ EQ, അവരുടെ IQ, ഇങ്ങനെ ഒരുപാട് എലമെന്റുകൾ എന്തുണ്ടാവും അതിനകത്ത് വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തപ്പെടും. ഇത് ആ കുട്ടിയുടെ ഇന്റേണൽ സ്ട്രെങ്ത് ആണ് എടുക്കുന്നത്. നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നും വെച്ച് കൊടുക്കില്ല. സോ അത് വെച്ചിട്ട് ആ കുട്ടിയെയും പാരന്റിനെയും ഇരുത്തിയിട്ട് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഈ കുട്ടിയുടെ ഒരു കരിയർ ഓറിയന്റേഷൻ ഇതാണ്. സോ ഈ വഴിയിൽ പോകുന്നതാണ് കുട്ടിക്ക് എപ്പോഴും ബെറ്റർ ആകുക. ഈ കുട്ടിക്ക് ഷൈൻ ചെയ്യാനും ഇൻ ദ സെൻസ് അവർക്ക് ജോബിൽ അവർക്ക് പെർഫോം ചെയ്യാനും ഇതായിരിക്കും നന്നാവുക. പിന്നെ അവർക്ക് നേരത്തെ പറഞ്ഞ പോലെ മോട്ടിവേഷൻ ഇല്ലാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇന്റേണലി എവിടെ നിന്നാണോ നമുക്ക് എനർജി കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ടെസ്റ്റിലൂടെ. ഒരുപാട് ദിവസത്തെ ടെസ്റ്റ് ഒക്കെ ആണോ? അല്ലല്ല, ഇത് ഒരു 1 hour ആണ് മാക്സിമം ശരാശരി എടുക്കുന്നത്. ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ പോലെ നമ്മുടെ എക്സ്പേർട്സ് ആയിട്ടുള്ള കൗൺസിലേഴ്സിന്റെ കൂടെ ഇരുന്നിട്ട് ഒരു 1 hour പ്ലസ് ഹവേഴ്സ് എടുക്കുന്ന ഒരു കൗൺസിലിംഗ് ഉണ്ടാവും. ഇത് ജസ്റ്റ് പേപ്പറിൽ കോഡായിട്ട് കിട്ടിയാൽ മാത്രം പോരാ, ഇതിനെ കൃത്യമായിട്ട് ഡീകോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അത് എക്സ്പേർട്ട് ആയിട്ടുള്ള കൗൺസിലേഴ്സ് എന്ത് ചെയ്യും, അവരെ കൗൺസിലിംഗ് നടത്തും. അതോടുകൂടെ വളരെ ക്ലിയർ കട്ട് പിക്ചർ പേരൻസിനും കിട്ടും, കുട്ടിക്കും കിട്ടും. എന്താണ് ഈ കുട്ടിയുടെ ഏറ്റവും എന്താ പറയുക കോർ കോമ്പിറ്റൻസി എന്നുള്ളത് പോലെയുള്ള കാര്യങ്ങൾ. SLC കഴിഞ്ഞാൽ +2
ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ ഡിഗ്രി, അങ്ങനെ നോർമലി പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്ത് പഠിക്കാൻ പോകാൻ പറ്റുന്നുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ SLC റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ A+ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ സിസ്റ്റം അനുസരിച്ച് അവൻ സയൻസ് എടുത്തുകൊള്ളണം എന്നുള്ളതാണ്. ആക്ച്വലി സയൻസ് എടുത്താൽ ഒരു പക്ഷേ ആ കുട്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഏരിയ വരുന്നത് സയൻസിലായിരിക്കില്ല, കൊമേഴ്സിലോ ഹ്യൂമാനിറ്റീസിലോ ആയിരിക്കും. അതൊന്നും തിരിച്ചറിയാൻ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ യഥാർത്ഥ സ്ട്രെങ്ത് എന്താണെന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള കരിയർ ഡയറക്ഷൻ കിട്ടും. ഓക്കെ. തേർഡ് വൺ, അതേപോലെ അവൻ്റെ ഒരുപാട് കൺഫ്യൂഷൻസ് അവന് കുറക്കാൻ പറ്റും, സ്ട്രെസ്സുകൾ കുറക്കാൻ പറ്റും. അതേപോലെ അവന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി മെത്തേഡ് ഏതാണെന്നുള്ളത് അറിയാൻ പറ്റും. സാധാരണ വെർബൽ, കിനസ്തെറ്റിക്, ഓഡിറ്ററി ഒരുപാടുണ്ടല്ലോ. ഓരോ ആളുകളും ഇതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. റിപ്പോർട്ടിൽ കൃത്യമായിട്ട് വരും. അതേപോലെ തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള പേഴ്സണാലിറ്റി ഏതാന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ഒരു കുട്ടിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. പേരന്റിനെ സംബന്ധിച്ചിടത്തോളം ആ പേരന്റ് ടെൻഷൻ ഫ്രീ ആണ്. കാരണം ഏതൊരു വ്യക്തിയുടെ ലൈഫിലും മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഭയങ്കരമായിട്ട് അവർ സ്ട്രെസ് എടുക്കുന്നത്. 100%. ഈ കരിയർ കൃത്യമായിട്ട് ഒരു എൻഡിൽ എത്തില്ലെങ്കിൽ എത്തുന്നത് വരെ ഓരോ ആളുകളും ഫുൾ ടെൻഷനാണ്. അത് ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും പേരൻസ് ആരാണെങ്കിലും ഫുൾ ടെൻഷൻ ആയിരിക്കും. അവർക്ക് ടെൻഷൻ കുറക്കാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള പൊട്ടൻഷ്യൽ എവിടെയാണെന്ന് അറിയാൻ പറ്റും. നമ്മൾ പലപ്പോഴും ആ യഥാർത്ഥത്തിലുള്ളത് അറിയാതെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അതിൻ്റെ ആവശ്യം വരുന്നില്ല. തേർഡ് വൺ, അവർക്കും തന്നെ പ്രഷറും കൺഫ്യൂഷനൊക്കെ കുറക്കാൻ പറ്റും. മക്കളുടെ മുകളിൽ ഓവറായിട്ടുള്ള ആങ്സൈറ്റിയും കാര്യങ്ങളും കുറക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇവർക്ക് പറ്റുന്ന പഠന മെത്തേഡ് ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞാൽ അതിനനുസരിച്ച് മാത്രമേ ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പാരൻറ്റും ചിൽഡ്രനും തമ്മിലുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അതും എന്ത് ചെയ്യും, അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഒരു പാരന്റിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനിയിത് നമ്മൾ സ്കൂൾസിന് ഒന്നിച്ചു വേണമെങ്കിൽ എന്ത് ചെയ്ത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഐക്യു ഹോപ്പ് സ്ഥാപനം ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്കൂളിൽ പോയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കും. അല്ലാത്തവർക്ക് നിങ്ങൾ എങ്ങനെ ബന്ധപ്പെടേണ്ടത്? കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൗൺസിലേഴ്സ് അവരെ വിളിച്ചിട്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അതിന്റെ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ? രണ്ടുണ്ട്. പക്ഷെ ഇപ്പൊ പല ആളുകളും ഓൺലൈനാണ് എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. സൗകര്യം മറ്റേ കാലിക്കറ്റ് വരണം, അല്ലെങ്കിൽ കോട്ടക്ക് വരണം, ഇതിന്റെ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ കുട്ടിയുടെ ഫ്യൂച്ചർ എന്താണ്, എങ്ങനെയാണ്, തന്റെ ട്രാക്ക് ഏതാണ്, ഏത് രീതി പഠിക്കണം, തന്റെ കരിയർ എന്താണ് എന്നുള്ള കുട്ടിക്ക് മനസ്സിലാക്കാനും രക്ഷിതാക്കൾക്ക് അത് മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സംഭവമാണ് ഐക്യു. ഈ വർഷം SSLC കഴിഞ്ഞ് ഉപരിപഠനത്തിന് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ, അതായത് ഈ വീഡിയോ കണ്ടുവരുന്ന കുട്ടികൾക്ക് 15% ഡിസ്കൗണ്ട് കൂടിയുണ്ട് എന്ന് അറിയിക്കുകയാണ്. ഈ വീഡിയോ മാക്സിമം പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഒരുപാട് പാരൻസിനും സ്റ്റുഡൻസിനും ഉപകാരപ്രദമാവും.